ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഒരു റവ ദോശയുടെ റെസിപ്പിയാണ്. റവ ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ സാധാരണ ദോശമാവ് മാതിരി അരച്ച് ഓവർനൈറ്റ് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ഇതിന്റെ മാവ് മിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റവ, അതോടൊപ്പം 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയാണ് ചേർക്കണത്. അടുത്തത് ഞാൻ ചേർക്കണത് കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. അടുത്തത് ഞാൻ ചേർക്കാൻ പോണത് ഒരു 1/4 കപ്പ് തൈരാണ്. ഈ മാവിന് ഒന്നൊരു ലൈറ്റ് പുളിപ്പ് വരാനായിട്ടാണ് ഈ തൈര് ചേർക്കണത്. തൈര് ചേർത്ത് നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒട്ടും ലംസ് ഇല്ലാണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ റവാദോശയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പച്ചവെള്ളത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ്, അല്ലാണ്ട് നമ്മളുടെ നോർമൽ ദോശമാവിന്റെ അത്ര തിക്കല്ല. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ മാവ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15-20 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാം. ഇത് എൻ്റെ ഒരു വേരിയേഷൻ ആണ്, അപ്പൊ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ചേർക്കണത് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്, അതോടൊപ്പം ഒരു 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒമിറ്റ് ചെയ്യാം കടിക്കാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കുറച്ച് മല്ലിയിലയാണ് ചേർക്കണത്. ഞാനിതിൽ സവാള ചേർക്കണില്ല. സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ ദോശ മാവ് പരത്തിയതിന് ശേഷം ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള അതിന്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യാനേ പാടുള്ളൂ. ഈ മാവിന്റെ ഒപ്പം തന്നെ സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മാവ് എടുത്തു വെക്കാൻ പറ്റില്ല. ഈ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം മാവ് ഇത്തിരി കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഒന്ന് ലൂസാക്കാനായിട്ട് വീണ്ടും ഒരു 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി പച്ചവെള്ളത്തിന്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് റവ ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ നല്ലോണം വെള്ളം ചേർത്ത് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാം. എനിക്ക് ഒരു ടോട്ടൽ 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. റവ ദോശ ഉണ്ടാക്കുമ്പോൾ കല്ല് നല്ലോണം ചൂടായിരിക്കണം. അപ്പോൾ ഒരു ഹൈയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ദോശ ഉണ്ടാക്കാനായിട്ട്. കല്ല് നല്ലോണം ചൂടായാൽ മാത്രമേ ഈ റവ ദോശയുടെ ഓട്ടോട്ടേറ്റ് വരണത് നമുക്ക് വരുള്ളൂ കറക്റ്റായിട്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റവ ദോശ പരത്തുമ്പോൾ ഓരോ പ്രാവശ്യവും മാവ് നല്ലോണം ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ റവയൊക്കെ അടിയിൽ ഇങ്ങനെ സെറ്റിലായി കിടക്കും. അപ്പൊ ഈ 2 കാര്യമാണ് നമ്മൾ റവ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ ദോശ പരത്തണ മാതിരി പരത്താൻ പറ്റില്ല. അപ്പൊ മാവ് ഇങ്ങനെ ഒഴിച്ച് ഓരോരോ സ്ഥലം നമ്മൾ ഫില്ലപ്പ് ചെയ്താണ് വരേണ്ടത്. നമുക്ക് ഇതിന് ചുറ്റും നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് മീഡിയമിലേക്ക് കുറച്ചിട്ട് ഓരോ സൈഡും ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 2 സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട്. നമ്മളുടെ റവ ദോശ റെഡിയായി. നമുക്കിനി ബാക്കിയുള്ള മാവും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും ഇത് നല്ലോണം ഇളക്കിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അപ്പൊ ഈ റവ ദോശ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തക്കാളി തൊക്കൊക്കെ കൂട്ടി കഴിക്കാൻ ഇത് നല്ല സ്വാദായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.